ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഒരു ഓൺട്രപ്രണർഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നിലവിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. സോ നമ്മളൊരു ഐഡിയ ടു ഇമ്പാക്റ്റ് എന്നുള്ളത്, നമ്മൾക്ക് എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും. എല്ലാവർക്കും ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക, സ്വന്തമായ ബിസിനസ് എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം ഈ ഒരു സ്റ്റേജിലിരിക്കുന്ന. സോ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഐഡിയ എന്ന് പറയുന്നത് ഒരു യുണീക്കാണ്. ഇപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം ഐഡിയ എന്നുള്ളത് പല ആൾക്കാരും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്കഷനൊക്കെ പോകുന്ന സമയത്ത് പല ആൾക്കാരും ഐഡിയ പറയാൻ മടിക്കുന്നൊരു സ്വഭാവം കാണാറുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഐഡിയ എന്ന് പറയുന്നത് ആർക്കും അതിനൊരു മോണോപ്പൊളൈസ് ചെയ്യാൻ കഴിയില്ല, കാരണം എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഐഡിയയെ എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു സമയത്താണ് നമ്മുടെ ഒരു സക്സസ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത്. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡിഫറെൻറ്റ് പാനലിസ്റ്റ് ഉണ്ട്. സോ എങ്ങനെയാണ് ഈ ഐഡിയ ടു ഇമ്പാക്റ്റ് ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ, ഐഡിയ മാത്രം മതിയോ അതോ അതിനെന്തൊക്കെയാണ് വേണ്ടത്? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയറും എഡ്രൂട്ട്സ് ഇൻ്റർനാഷണലിൻ്റെ ഒരു വൺ ഓഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള ഒരാളുമാണ് ശ്രീ ധ്യാൻ സാറ്. ധ്യാൻ സാർ, നമ്മളൊരു ഐഡിയ മാത്രം മതിയോ? Okay. In fact, ഐഡിയ ടു ഇമ്പാക്റ്റ് എന്നുള്ളതൊരു ഹാഫ് ആൻ അവറിൽ പറഞ്ഞു തീർക്കാവുന്നൊരു വിഷയമല്ല. ഇറ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ആസ്പെക്ട്സ്. ഞാൻ ഈ ഐഡിയയുടെ കാര്യമെന്ന് പറഞ്ഞതിന് ശേഷം ഐ വിൽ ജസ്റ്റ് put my highlight on one point which can be added to this idea. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം when I visited a supermarket near my home, nothing related to AI, first of all, I saw one packet which was very interesting. ആ പാക്കറ്റിൻ്റെ മുകളിൽ എഴുതിയത് വിറക് കത്തിക്കാൻ ഇനി മണ്ണെണ്ണയുടെ ആവശ്യമില്ല. Okay, so it was like for this firewood. So somebody had some problems regarding വിറക് കത്തിക്കാൻ അവർ മണ്ണെണ്ണ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് മണ്ണെണ്ണ kerosene is really costly. So instead of that, they have found a solution for this thing. So it was an idea. So ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ they sit for hours, for days, thinking about some ideas, some business. നേരത്തെ ഉണ്ടായിരുന്ന പാനലിസ്റ്റ് പറഞ്ഞ പോലെ which nobody has done in this world. അങ്ങനെ സംഭവമില്ല. Maybe a solution will be an idea which we can develop. Okay, next thing, maybe ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ we were using, not you people maybe, I was using Facebook for quite a lot of time. And ഈ ഫേസ്ബുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് I think Mike and Kevin, two people, ഫേസ്ബുക്കിൽ ഒരുപാട് ടെക്സ്റ്റുവലി ഹെവി ഉള്ള സംഭവങ്ങളായിരുന്നു. So the thought of why can't we start a platform where we can just share videos as well as photos, images. അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം വന്നത്. സോ ഇറ്റ് വാസ് നോട്ട് എ സൊല്യൂഷൻ ബട്ട് എ ഗ്രോത്ത് ഫ്രം സംതിങ്. അങ്ങനെയും ഐഡിയാസ് വരാം. ഓക്കെ, സോ നെവർ തിങ്ക് അബൌട്ട് സിറ്റിംഗ് ഫോർ hours and days thinking about some idea will come and I'll work on it. റൈറ്റ്. ഇനി ഒരു ഐഡിയ നമ്മളെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ there are a lot of aspects, but one great thing that I would like to add with this idea is it's not excitement, ആവേശം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, but it's passion. Without passion, see, ഒരു ഐഡിയ നമ്മളെ മൈൻഡിലേക്ക് വന്നു, you start off with that idea, you start off a business, and definitely what happens is നമ്മൾ വീട്ടിലിരുന്നിട്ടുള്ള ഓഫീസിലിരുന്നോ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഐഡിയ ആവില്ല. when we go out to the real world, it's a very hard world. And what happens is പെട്ടെന്ന് ഈ ഐഡിയ നമ്മൾ മടക്കി പോക്കറ്റിൽ വെച്ച് വീട്ടിൽ തന്നെ തിരിച്ചു വന്നിരിക്കും. The main reason is we are not passionate about it. Namukku only we have got avesham, not, it's only excitement. Okay, so the first thing from making an idea to impacting that, I think the first thing, there are a lot of things, but the first thing I guess is passion and passion. You can use this one.
ഹലോ, ഹലോ, നമ്മൾ ഐഡിയയെക്കുറിച്ചും പാഷനെക്കുറിച്ചും പറഞ്ഞു. ഇതിൽ പല ആൾക്കാർക്കും പല ഒപ്പീനിയൻ ഉണ്ടാവും. ശരിക്ക് ഐഡിയ എന്ന് പറയുന്നത് ഒരു യുണീക്കാണ്. എനിക്ക് അംജദ് വഫയോടാണ് ചോദിക്കാനുള്ളത്. ഹായ്, ഗുഡ് ഈവനിങ്. ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണെന്ന് തോന്നുന്നു. ഞാൻ തന്നെ ഒരു വർഷങ്ങൾ മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊരു റീലൊക്കെ ചെയ്തിരുന്നു. അത് കുറച്ച് വൈറലാവുകയൊക്കെ ചെയ്തു. അതായത് ഐഡിയാസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഐഡിയാസ് നമുക്ക് ChatGPT തരും, ജെമിനി തരും, എല്ലാ പ്ലാറ്റ്ഫോമുകളുടെയും. അതേപോലെ ഐഡിയാസ് മാത്രം പമ്പ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് നമുക്കുണ്ടാവും. പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഐഡിയാസ് കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്നുള്ളതായിരുന്നു. നമ്മൾ ഐഡിയാസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഐഡിയാസിലപ്പുറത്തേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നവനാണ് വിജയിക്കുക എന്നൊക്കെ പറയുമ്പോഴും ഇത് ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു പോയിന്റ് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ ഐഡിയ മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല, എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ കുറേ ആളുകൾ ഡീമോട്ടിവേറ്റഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ സത്യം പറയുന്നത് ഐഡിയാസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മളൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു നാട്ടിലൊരു കുഗ്രാമത്തിൽ ഒരു മസാല ഷോപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടില്ല. ഒരു ഷോപ്പ് കൊണ്ടുപോയിടുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ദിവസം ഒരു 3000-4000 രൂപയുടെ സെയിൽസ് ഉണ്ടാകാമെന്നുണ്ട്. പക്ഷേ നമ്മൾ പുതിയ കാലത്ത് ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് മോഡലിലേക്ക്, ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ കുറച്ച് കുട്ടികളോടൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് മെൻറ്റർ എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഭൂരിഭാഗം ആളുകൾക്കും പറയാനുള്ളത്, തുടങ്ങണം, ഒരു 3 കൊല്ലം കഴിയുമ്പോൾ എക്സിറ്റ് ആവണം, സെല്ല് ചെയ്യണം. എന്തിനാണ് ബിസിനസ് തുടങ്ങുന്നത്? സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. കാരണം അതിന് അവർക്ക് പറയാനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, അനന്ത് കണ്ടില്ലേ, 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഫിസിക്സ് വാലൊക്കെ വിറ്റു കോടികൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇക്വിറ്റി വെച്ച് സംസാരിക്കുന്ന ഒരു പ്രധാനമായിട്ടും ഷെയ്ൻ ബോൺ, അദ്ദേഹം 450 കോടിയാണ് ഇപ്പോൾ ഇത് സെല്ല് ചെയ്ത സമയത്ത് കിട്ടിയത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട, നമ്മൾ സ്റ്റാർട്ടപ്പിനെയും ബിസിനസ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു സാധാ ടിപ്പിക്കൽ ബിസിനസ്സിനെ നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല. സ്റ്റാർട്ടപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഒന്ന് സ്കെയിലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. സ്കെയിലബിൾ അല്ലാത്തൊരു സാധനത്തെ നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ പറ്റില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ആ ഐഡിയ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിലോ സർവീസിലോ ഉള്ള ഇന്നോവേഷൻ തന്നെ ആവണം നിർബന്ധമല്ലേ. മേ ബി നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഭയങ്കര ഇന്നോവേറ്റീവ് ആയിരിക്കാം. ഈവൻ പാക്കേജിങ്ങിലെ ഇന്നോവേഷൻ കൊണ്ടുപോലും പിന്നെ മാർക്കറ്റ് കീഴടക്കിയ ഒരുപാട് ഫേംസിനെ നമുക്കറിയാൻ പറ്റും. സോ മൈ പോയിന്റ് ഈസ് ദാറ്റ് ഐഡിയ ആക്ച്വലി വർത്ത് തന്നെയാണ്. ആ ഐഡിയ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരികയും നമുക്കെല്ലാവരുടെയും നമ്മളെ ഐഡിയാസ് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ ഞാനൊരു പുതിയ ഐഡിയ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ വേറൊരാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി വെക്കുമ്പോഴാണ് ഇത് വാലിഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കാത്ത കുറേ ലൂപ്പ് ഹോൾസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തേക്ക് ഞാൻ സ്കൂൾ റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീം വന്നു. അപ്പോൾ ആ ടീമിനോട് അവരുടെ ഐഡിയാസ് ഒക്കെ അവർ പ്രസൻറ്റ് ചെയ്തു. ആൻഡ് ദേ വർ സോ കോൺഫിഡൻറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ യൂസർ അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ പാട്ട് നിന്നുകൊണ്ട് ഒരു 2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും അങ്ങനെ ചില സാധനങ്ങളുണ്ട് അല്ലേ. ദാറ്റ് മീൻസ് ഈ ഐഡിയാസിനെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണോ എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ അടിപൊളി ഐഡിയാസ് കൊണ്ടുവരുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ആ ഐഡിയാസ് കുറച്ച് സ്റ്റാർട്ടപ്പുകൾ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ കുറച്ച് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോയി വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് വർക്കൗട്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐഡിയ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പുതിയ കാലത്ത് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ളതിൻ്റെ മർമ്മം എന്നാണ് എൻ്റെ ഒരു പോയിന്റ്. അതിൻ്റെ മുകളിലാണ് ബാക്കി വർക്കൗട്ടുകളൊക്കെ നടക്കുന്നത്. ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഐഡിയ ഉണ്ടാവണം എന്നാണ്. ദാറ്റ്സ് മൈ പോയിന്റ്. എനിക്ക് തോന്നുന്നത്, ഞാൻ എപ്പോഴും കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, നമ്മൾ ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഐഡിയ പല ആൾക്കാരടുത്ത് പോയി പിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ടപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫണ്ടിങ് നോക്കുന്നുണ്ടെങ്കിലും ഫണ്ടിങ് നോക്കുന്നില്ലെങ്കിലും നിങ്ങളെ സ്റ്റാർട്ടപ്പിനെ ഡിഫറെൻറ്റ് VCസിൻ്റെ അടുത്ത് പോയിട്ട് പിച്ച് ചെയ്യണമെന്ന് പറയും. കാരണം നമ്മൾ ഐഡിയ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാർട്ടപ്പോ നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ പറ്റുന്നത് ഇതേപോലുള്ള ഒരുപാട് ആൾക്കാരടുത്ത് പോയിട്ട് പിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഐഡിയനെ ഷാർപ്പൻ ചെയ്യാൻ പറ്റുന്നത്. അതിൽ നമ്മുടെ കൂടെ അടുത്തൊരു പാനലിസ്റ്റ് ആയിട്ടുള്ളത് റസാഖ് സാറാണ്. റസാഖ് സാറ് ഒരുപാട് കാലം
സ്റ്റഡി MBBS എബ്രോഡ് എന്നുള്ള ഒരു ഡൊമൈനിൽ ഒരു നിഷ് ഫോക്കസ് ചെയ്ത് അത് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ സ്കെയിൽ ചെയ്യുന്നിടത്ത് നമ്മളൊരു നിഷ് അതല്ലെങ്കിൽ ഈ ഐഡിയയും പാഷനും അല്ലാണ്ട് നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെ നോക്കിയാലാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുക? എൻ്റെ ഒരു മേഖല വെച്ച് പറയുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ ടോപ്പായിട്ടുള്ള ഓർഗനൈസേഷനൊന്നും ടച്ച് ചെയ്യാത്തൊന്നാണ് ഈ MBBS എബ്രോഡ് എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കുറേ അമെൻമെൻറ്റ്സുകൾ വരാറുണ്ട്, അതുപോലെ കുറേ നിയമ ഭേദഗതികളും ഒക്കെ വരുന്നൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു ചീത്തപ്പേരുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഒരു സർവീസിൽ ഒരു സ്പെഷ്യലൈസേഷൻ, ഒരു സംതിങ് ഡിഫറെൻ്റ് ആവുക എന്നുള്ളതാണ് ഞാൻ നാളെ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കുറേ ത്രട്ടുകളുണ്ട്. ആ ത്രട്ടുകൾ എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റുഡൻസ് തന്നെ കുറേ റോങ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്, സീസണലായിട്ടുള്ള കുറേ പ്ലെയേഴ്സ് വരാറുണ്ട്, ഇങ്ങനെയുള്ള കുറേ ത്രട്ടുകളുണ്ട്. മറുഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,00,000-ലധികം വിദ്യാർത്ഥികൾ നീറ്റ് എഴുതുന്നുണ്ട്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും ഇവിടെ ഡോക്ടർ ആവാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലും ട്രസ്റ്റുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ട്രാൻസ്പെറൻസിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പാരൻസ് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അയച്ചൊരു കുട്ടിയുടെ നമ്പർ തരാമോ എന്നാണ്. ഇപ്പോഴ് ഞാനത് തിരിച്ച് പറയാറാണ്. എപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഞാൻ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിലെ ഒരു 5 കിലോമീറ്ററിനകത്ത് ഡോക്ടറായിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്പർ തരാമെന്ന് ഞാൻ തിരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അവരുടെ കൺസേണുകൾ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർവീസിൽ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുമ്പോഴാണ് ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലൊക്കെ കുറച്ചുകൂടി നമുക്ക് ഒരു എത്തിക്സോടെ നിലനിൽക്കാനും. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അയച്ച കുട്ടികളുടെ എണ്ണത്തിലല്ല ഞാൻ അഭിമാനം, ഞാൻ അയച്ച കുട്ടികളിൽ എത്ര പേര് ഡോക്ടറായി എന്നുള്ളിടത്താണ് ഞാൻ എപ്പോഴും അഭിമാനിക്കാൻ ശ്രമിക്കാറുള്ളത്. ഞങ്ങൾ ഒരേ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ റസാഖ് സാറൊക്കെ പലപ്പോഴും 1 മാസവും 2 മാസമൊക്കെ ഓഫീസ് മാറി ഇന്ത്യയുടെ പുറത്ത് അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട് പോവാറുണ്ട്. അപ്പോൾ ഇത് തുടക്കകാലത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എന്നേക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ളതാണ് റസാഖ് സാറൊക്കെ. എങ്ങനെയാണ് ഈ ഒരു ഓഫീസൊക്കെ ഇത്രയും സമയം നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും? കാരണം ഞാനൊക്കെ ആ ഒരു ഓഫീസിൻ്റെ അകത്ത് ട്രാപ്പിൽപ്പെട്ട ഒരാളായിരുന്നു ഇനീഷ്യലി. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഓഫീസിൽ നിന്ന് പുറത്ത് നിങ്ങൾ ഇത്രയും സമയം നിങ്ങൾക്ക് പുറത്ത് പോകാനും അതല്ലെങ്കിൽ ഓഫീസ് ആ ഒരു മാനേജ് ചെയ്യാനും പറ്റിയത് എങ്ങനെയാണ്? ഇനീഷ്യലി നമ്മളും ഇതുപോലെ തന്നെയാണ്, എല്ലാ സ്ട്രഗിളും അനുഭവിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ മേനോൻ്റെ പോലെ ആയിരുന്നു, സിനിമ എടുക്കണം, പോസ്റ്റർ ഒട്ടിക്കണം, എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്കൊരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു. ആ ടീം വഴി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പലപ്പോഴും ഈ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളുടെ നീഡിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ വേറെയും കുറേ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വിദേശത്ത് തന്നെ ഇപ്പോൾ ഹോസ്റ്റലായിട്ടും മെസ്സൊക്കെ ആയിട്ടും ഇതൊരു സർവീസിനെ നീഡ്സിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതൊരു എക്സ്ട്രാ ബിസിനസ്സായിട്ട് നമുക്ക് വരാറുണ്ട്. അത് നമുക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ പറയാനും കഴിയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം നമുക്ക് നല്ലൊരു ടീമുണ്ട് എന്നുള്ളതാണ്, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ് ഇടപെട്ട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ടോപ്പിക്ക് ബിൽഡിംഗ് ടു സ്കെയിലിംഗ് ആയതുകൊണ്ട്, പിന്നെ കൂടുതൽ സ്കെയിലപ്പ് ആണല്ലോ നമ്മുടെ തീം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കോട്ടുണ്ട്, ഇഫ് ഇറ്റ് നീഡ്സ് യു ഇറ്റ്സ് എ ജോബ്, ഇഫ് ഇറ്റ് റൺസ് വിത്തൗട്ട് യു ഇറ്റ്സ് എ ബിസിനസ്, ഇഫ് ഇറ്റ് ഗ്രോസ് വിത്തൗട്ട് യു ഇറ്റ്സ് എൻ എംപയർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന ജയൻസിനൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ എംപയർ ആക്ച്വലി. അവരവിടെ ഇല്ലെങ്കിൽ പോലും അത് പാസീവായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഒക്കെ റെലവൻസ് ആക്ച്വലി നമ്മൾ ആ ഫസ്റ്റ് കാറ്റഗറിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും കൂടുതൽ ഏത് ഓൺട്രപ്രണറോടും ഫസ്റ്റ് പറഞ്ഞാലും സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് ആക്ച്വലി ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ഡേ 1 ഒരിക്കലും ഈ സിസ്റ്റം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതായത് ഡേ 1 നമ്മളുടെ സ്ട്രാറ്റജികളല്ല ഒരിക്കലും നമ്മളുടെ ഒരു ഡേ 365 ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ചില ആൾക്കാർ 1ാമത്തെ ദിവസം തന്നെ എംപ്ലോയീസിന് എല്ലാവരെയും വെച്ചിട്ട് ദിസ് ഈസ് മൈ സിസ്റ്റം എന്നിട്ട് ഇവരെ അങ്ങോട്ടേക്ക് കസേരയിൽ മാറി നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഇപ്പോൾ ഈ കാണുന്ന ഇവിടെ കണ്ട ഭൂരിഭാഗം ഓൺട്രപ്രണേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ യൂസഫ് അലി സാഹിബ് ഹെലികോപ്റ്ററിൽ വരുന്നത് മാത്രമേ കാണുള്ളൂ. അദ്ദേഹം അതിൻ്റെ പിന്നിൽ എടുത്ത എഫേർട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ആ ലംബോർഗിനി കാർ ഇങ്ങനെ തുറക്കുന്ന കാണുമ്പോൾ വാവ് കിടു
ഇതാണ് നമ്മുടെ ഒരു പോയിന്റ് അല്ലെ. പ്രത്യേകിച്ച് ഒരു ന്യൂ ജനറേഷനിൽ പലപ്പോഴും ആളുകൾ പറയാം അയാളുടെയൊക്കെ തലയിൽ വരച്ചത് വല്ലാത്തൊരു വരയായിപ്പോയി എന്നാണ് പറയാം. ബട്ട് അവരെടുത്തിരിക്കുന്ന എഫേർട്ടും ആ എഫേർട്ടിൽ നിന്നും അത് സ്കെയിലപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 സ്റ്റേജൊക്കെ പറയാറുണ്ട്. ആ 3 സ്റ്റേജ് 4ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ അപ്പോൾ അതിലേക്ക് വരാനുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പാഷൻ്റെ മുകളിൽ എൻജോയ് ചെയ്യാനും പറ്റുക, സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഐഡിയാസ് ടു ഇമ്പാക്ട് ആ ബിൽഡ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇവർക്ക് സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നു ഈ നമ്മൾ എപ്പോഴും സിസ്റ്റം ഉണ്ടാക്കുക, ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്യാന്നൊക്കെ, ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഓരോരോ ഓണ്ടർപ്രണർ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും. മിക്കവാറും എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇതിൽ നിന്ന് സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു ടൈം അത് എത്രയും അത് ഒരു ഏർലി എത്ര പെട്ടെന്ന് നമുക്ക് ആക്കാൻ പറ്റും, അതാണ് ഒരു ഓണ്ടർപ്രണറുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അത് എത്രയും നേരത്തെ ആക്കാം. ഇതിൽ നമ്മളെ കൂടെയുള്ള അടുത്ത ഒരു പാനലിസ്റ്റ് എന്ന് പറയുന്നത് റഫീഖ് സാറാണ്. എനിക്ക് തോന്നുന്നു ഒരു എജുടെക്കിൽ ഒരു നിഷ് സെലക്ട് ചെയ്തിട്ട് ആണ് സാറ് ബിസിനസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അതല്ലെങ്കിൽ ഒരു നിഷ് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? ബേസിക്കലി ഞാൻ അക്കാദമീഷ്യനാണ്, അതേപോലെ തന്നെ എൻ്റെ പാർട്ണറും അക്കാദമീഷ്യനാണ്. അങ്ങനെ ഞങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത്, ടീച്ചിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾക്കൊരു തോട്ട് വന്ന് നമുക്ക് പുതിയൊരു ബിസിനസ് ആരംഭിക്കാം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ഡിസ്കഷൻ വന്നു. ഞങ്ങൾ കോർ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നതും എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. അതേപോലെ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളത് ടെക്നോളജി ആയിരുന്നു, IT ആയിരുന്നു. അങ്ങനെ അത് രണ്ടും കമ്പൈൻ ചെയ്ത് ഒരു B2B IT എഡ്യൂടെക് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നേരത്തെ സാറ് പറഞ്ഞതിനെ വെച്ച് പറയാണ്, നിങ്ങൾ ChatGPTയിലോ ജെമിനിയിലോ അതല്ലെങ്കിൽ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട ഒരു ഐഡിയക്ക് നിങ്ങൾക്ക് കോർ എക്സ്പെർട്ടേഴ്സ് ആയിട്ടുള്ളൊരു മേഖലയിൽ, നിങ്ങൾക്ക് കോർ നോളജ് ഉള്ളൊരു ഏരിയയിൽ, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സെക്ടറിൽ ഒരു 360 ഡിഗ്രി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, നിങ്ങൾക്ക് നല്ല ഐഡിയാസ് കിട്ടും. യു വിൽ ഗെറ്റ് എ ഗുഡ് ഐഡിയ. ആ ഐഡിയ മാർക്കറ്റിൽ എത്രമാത്രം ഫിറ്റാണ് എന്നുള്ളത് നോക്കുക, ആ മാർക്കറ്റ് എത്രമാത്രം നീഡ് ഉണ്ട് എന്ന് നോക്കുക, മാർക്കറ്റ് വാലിഡേഷൻ നടത്തുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതൊരു സ്കെയിലബിൾ പ്രൊഡക്റ്റ് ആവാൻ ചാൻസസ് കൂടുതലാണ്, സ്ട്രഗിളിന് ചാൻസസ് കുറവാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ പുതിയൊരു പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിൽ ഞങ്ങളുടെ ഒരു മൈൻഡിലേക്ക് വന്നു, ഒരു എഡ്യൂടെക് പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിൽ. അങ്ങനെ രണ്ടാമതായിട്ട് ഞങ്ങൾ അതിൻ്റെ സ്കെയിലബിലിറ്റി എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനീഷ്യലി തന്നെ വേണ്ടത് ഒരു MVP, ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റാണ്. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ടെവർ, ആ IT പ്രൊഡക്റ്റ് ആവാം, അതല്ലാത്ത മറ്റു പ്രൊഡക്റ്റുകളാവാം, എന്ത് പ്രൊഡക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇനീഷ്യലി നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്താലും മാർക്കറ്റ് റിസർച്ച് ചെയ്താലും നമ്മൾ അതിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കോമ്പറ്റീഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുക, മാർക്കറ്റ് നീഡ്സ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുക, കസ്റ്റമറുടെ നീഡ് എന്താണെന്ന് മനസ്സിലാവുക. സോ ഇനീഷ്യലി നിങ്ങളൊരു ഓണ്ടർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു MVP ആണ്, ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്ത് വേർഷൻസ് കൺട്രോൾ ചെയ്ത് വേർഷൻസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൻ്റെ നീഡ്സ് മനസ്സിലാക്കാൻ പറ്റും, കസ്റ്റമർ നീഡ്സ് മനസ്സിലാക്കാൻ പറ്റും, മാർക്കറ്റിന് ഫിറ്റായിട്ടുള്ള ഒരു സ്കെയിലബിൾ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇനീഷ്യലി നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ പ്രൊഡക്റ്റിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനീഷ്യലി ഞങ്ങളുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് ഒരുപാട് ആളുകളായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒന്നെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഇൻക്യുബേഷൻ ഹബ്ബിലോ അതല്ലെങ്കിൽ കോവർക്കിംഗ് സ്പേസിലോ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ, നിങ്ങൾക്ക് തന്നെ അറിയാൻ മതിയായിരിക്കും, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ എക്കോസിസ്റ്റം ഉണ്ട്. അവർ പിന്നെ അവരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡിയ ഗ്രാൻഡ് ലഭിക്കും. അതേപോലെ തന്നെ അവരുടെ ഇൻക്യുബേഷൻ ഹബ്ബ് ഉണ്ട്, അവിടെ 2 സീറ്റ് മാത്രം എടുത്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഞങ്ങളുടെ എഡ്യൂടെക് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ യങ് ഓണ്ടർപ്രണേഴ്സിനോട് പറയുന്നത്, വൺസ് അഗെയിൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റ് ചെയ്ത്, മറിച്ച് സ്റ്റാർട്ട് സ്മാൾ ബിഗ് തിങ്ക്, അതേപോലെ തന്നെ തിങ്ക് ബിഗ് സ്കെയിൽ ഫാസ്റ്റ്, ആ രൂപത്തിലായിരിക്കണം വേണ്ടത്. സോ ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ആഫ്റ്റർ 6 months ആണ്, 6 മാസത്തിന് ശേഷമാണ്. അതായത് ഞങ്ങൾ എന്ത് ചെയ്തു, ഡെവലപ്മെൻറ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതും അതേപോലെ തന്നെ ഫസ്റ്റ് കസ്റ്റമറെ ഞങ്ങൾ അക്വസിഷൻ ചെയ്യുന്നതും
കസ്റ്റമറിൽ നിന്ന് അഡ്വാൻസ് കിട്ടുന്നു. അപ്പോൾ ആ ഒരു 6 month ഞങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നുണ്ട്, ലിവിങ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പം വൺസ് അഗെയിൻ ഓണ്ടർപ്രണേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങളൊരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫീഡിങ് സ്റ്റേജ് ഉണ്ടാവും, ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ അതിലേക്കുള്ള സ്റ്റാർട്ടപ്പ് കോസ്റ്റും ലിവിങ് കോസ്റ്റും നിങ്ങളുടെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, അത് സ്റ്റാർട്ട് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സീഡ് ഇൻവെസ്റ്റ്മെൻറ്റോ, അതല്ല എന്നുണ്ടെങ്കിൽ വാട്ടവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാൻഡോ, ഗവൺമെൻറ് ഗ്രാൻഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇനീഷ്യലി ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ലോങ് ടേം വിഷൻ എന്ത് ചെയ്യും, ലോങ് ടേം വിഷൻ മങ്ങിപ്പോകും, നിങ്ങളുടെ ഷോർട്ട് ടേം വിഷനാവും. ആ ഫിനാൻഷ്യൽ സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കരകടക്കാം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് തോട്ട്, നെക്സ്റ്റ് വിഷൻ. ഓരോ മന്തും 1ാം തീയതി ആകുമ്പോൾ എങ്ങനെ EMI അടക്കാം എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് തോട്ട് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനീഷ്യലി നിങ്ങൾക്കൊരു 6 month ആണ് നിങ്ങളുടെ ഫീഡിങ് സ്റ്റേജ്, അതല്ലെങ്കിൽ 1 year ആണ് നിങ്ങളുടെ മാർക്കറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ള ബാക്കപ്പ് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കരുതിയിരിക്കണം. ഇതിൽ നമ്മൾ പലപ്പോഴും ഈ സ്കെയിലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏത് ബിസിനസ്സിൻ്റെയും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ സ്കെയിലിങ്ങിൽ നമ്മളെ കൂടെ നിൽക്കുന്ന എംപ്ലോയീസ് ആയിരിക്കും. സോ നമ്മൾ ധ്യാൻ സാറ് എഡ്രൂട്ട്സ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെ ഒരു ടോപ്പ് മാനേജ്മെൻറ്റിൽ ഇരുന്ന ഒരാളാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ വിഷൻ അനുസരിച്ചിട്ട് നമ്മുടെ റിസോഴ്സസിനെ അതല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ അലൈൻഡ് ആക്കുന്നത്, എങ്ങനെയാണ് അവരെ നമ്മുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടാക്കാൻ കഴിയുന്നത്, എന്താണ് അതിൽ എഡ്രൂട്ട്സ് ചെയ്തിട്ടുള്ളത്? Always the mic I'm using has got a problem. I don't know. Yeah, Shafiq sir, ഞാനത് പറയാനിരിക്കുന്നു. As Edwards International usually send a lot of students abroad എല്ലാ വർഷവും. An interesting thing is, ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ എനിക്ക് ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ സാധാരണ ഇതുപോലത്തെ സ്റ്റേജുകളിൽ യൂഷ്വലി വി ഇൻവൈറ്റ് ഓൺലി സക്സസ്ഫുൾ പീപ്പിൾ. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ വി ഷുഡ് ഓൾസോ ഇൻവൈറ്റ് പീപ്പിൾ ഹു ഹാവ് ബിക്കം ഫെയിലർ ഇൻ ദർ ബിസിനസ് ഓൾസോ, ബിക്കോസ് ദേ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു ടെൽ. ആ കുഴികൾ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കുഴികൾ അവോയ്ഡ് ചെയ്ത് പോകാം. ദിസ് സ്റ്റുഡൻറ്റ് ഇൻഫാക്ട് സ്റ്റാർട്ടഡ് 3 business firms and all of them was failure. Okay, അതിന് പുള്ളി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, a good businessman should think about what is going to happen നാളെയല്ല, what is going to happen day after tomorrow in his business. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഒരു പക്ഷേ ആ ബിസിനസ് ഒരു ഫെയിലറായിട്ട് പോകും. ഓക്കെ, the problem he said was he was able to predict what is going to happen in his industry day after tomorrow, or maybe 1 year later, or maybe 3 years later, but he was not able to communicate this to his teammate. അപ്പോൾ ഇതൊരു പുഴയാണെങ്കിൽ പുള്ളി ഈ സൈഡിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ എംപ്ലോയീസിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പുള്ളിക്ക് പറ്റുന്നുണ്ടായിരുന്നത്. ഐ തിങ്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണത് ഉണ്ടായിരുന്നുള്ളത്. സോ വി ഹാവ് ടു ഹാവ് എ ഗുഡ് സെറ്റ് ഓഫ് എംപ്ലോയീസ് who should also think in the way what we should think. അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇൻഫാക്ട് ദ എംപ്ലോയി ഷുഡ് ഓർ ദ കലീഗ് ഷുഡ് കം അപ്പ് വിത്ത് എൻ ഐഡിയ വിച്ച് ഇസ് പ്രാക്ടിക്കൽ 2 days after or 3 days after this thing. സോ ഒരു ടീം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന വരുന്ന സമയത്ത്, ചെറിയ ടീമാവട്ടെ വലിയ ടീമാവട്ടെ, അവരുടെ ഒരു തിങ്കിങ് പ്രോസസ്സ് നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനോട് ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ ബിസിനസ് ഒരു നല്ല രീതിയിൽ വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഏതൊരു ഓൺട്രപ്രണർ ആയിക്കോട്ടെ, ആ ഓൺട്രപ്രണറുടെ വിഷൻ്റെ അലൈൻഡ് ആയിട്ടുള്ള ഒരു ടീം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. പക്ഷെ അത് ഭാഗ്യമായിട്ട് അത് പെട്ടെന്ന് വരുന്നതൊന്നുമല്ല. അത് ഓരോ ഓൺട്രപ്രണറും എനിക്ക് തോന്നുന്നത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എംപ്ലോയിയുടെ നീഡ് അനുസരിച്ചിട്ട് എംപ്ലോയിക്ക് എന്താണ് വേണ്ടത് എന്ന് നോക്കി അവർക്ക് അതിന് വേണ്ടി നമ്മളുടെ വിഷൻ അനുസരിച്ച് ടീമിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല ആൾക്കാരും ഇവിടെ ഓഫീസിലില്ലാത്ത അല്ലെങ്കിൽ പുറത്തു പോകുന്ന സിറ്റുവേഷനൊക്കെ പറഞ്ഞതൊക്കെ ഈ ഒരു ടീം ഉള്ളത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ തിങ്ക് നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ഒരു മൈക്ക് ഒന്ന് കൊടുക്കണേ.
Hi all, myself Febin Nissel. ഞാൻ സെമി ക്വാളിഫൈഡ് ചാർട്ട് അക്കൗണ്ടൻ്റ് ആണ്. ഇപ്പോൾ കറൻ്റ് ഒരു കമ്പനിയിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യാൻ ഏജ് ഒരു മാറ്റർ ആണോ എന്ന ചോദ്യം. കാരണം എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എനക്ക് തന്നെ പ്രഷറുണ്ട്. അപ്പോൾ ഈ 9 to 5 ഒന്ന് 24/7 വരുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുക, സ്കെയിൽ ചെയ്യാൻ അതിൻ്റെതായ പ്രഷർ ഉണ്ടാവും, അതിൻ്റെ ചലഞ്ചസ് ഉണ്ടാവും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏജ് ശരിക്കും ഒരു മാറ്റർ ആണോ? ആരെങ്കിലും ഉണ്ടോ ക്വസ്റ്റ്യൻ? ആരോടാണ് ക്വസ്റ്റ്യൻ? അല്ലേ, എല്ലാവർക്കും ഏജ് ഒരു മാറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, മറിച്ച് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മാറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. നിങ്ങൾക്ക് എനിത്തിങ്? അല്ല, ഏജ് ഒരു പക്ഷേ ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള ആൾ ഈ ടീമിൽ ഞാനാണെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ സ്പെസിഫിക് ഏജ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. വെൻ യു ഗോ ടു യൂറോപ്പ് ആൻഡ് ഓൾ, ദർ ആർ പീപ്പിൾ ഹു സ്റ്റാർട്ട് ബിസിനസ് ആഫ്റ്റർ ദ 60s and 70s and all. അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി എത്ര കൂടുതലാണ്. എനിവേ, I think age is not a problem for starting a business. Maybe the more aged you are, more experience you will have to start a business, right? ഇതിൽ എനിക്കൊരു ഡിഫറെൻ്റ് ഒപ്പീനിയൻ. നമ്മളൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ തുടങ്ങുന്നത് ആ ഒരു ഏജിലുള്ള ആൾക്കാരോടാണ് പറയുന്നത്. ഒരു കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി നല്ലത്. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഡിബേറ്റബിൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കല്യാണത്തിൻ്റെ മുമ്പേ ആണെങ്കിൽ, ഒരാളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പേ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പാരൻസിനോട് മാത്രം റെസ്പോൺസിബിൾ ആയാൽ മതി, അതല്ലെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി. കല്യാണം കഴിയുന്നതോടുകൂടി നമ്മുടെ ലൈഫ് സൈക്കിൾ മാറുകയാണ്. നമ്മളെ കൂടെ ഒരു പാർട്ട്ണർ വരുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ അതിലേറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഇത് ഫെയിലർ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫെയിൽ ആവുമ്പോൾ അത് ഏറ്റവും മിനിമം ഒരു നമ്മൾ ചെയ്യുമ്പോൾ ഫെയിലർ ആവും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലത്. അപ്പോൾ അങ്ങനെ ഫെയിൽ ആയി കഴിഞ്ഞാൽ പോലും നമുക്ക് അത് നമ്മളെ വല്ലാണ്ട് ഇമ്പാക്റ്റ് ചെയ്യും. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിയുന്നതോടുകൂടി നമ്മൾ പെർമിഷൻ എടുക്കേണ്ട ആൾക്കാരെ നമ്പർ കൂടും. നമ്മൾ ഫാദറിനിലോട് ചോദിക്കേണ്ടി വരും, മദറിനിലോട് ചോദിക്കേണ്ടി വരും, ബ്രദറിനിലോട് ചോദിക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് ആൾക്കാരോട് നമ്മൾ മിക്കവാറും ആൻസറബിൾ ആയിരിക്കും. സോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, ബെസ്റ്റ് അല്ല, കുറച്ചും കൂടി ആ ഒരു യങ് ഏജിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് ബിഫോർ മാരേജ് ആയിരിക്കുമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഷെഫീഖ് സർ ഇതിൻ്റെ കൂടെ ഓൺ എ ലൈറ്റ് മൂഡ്, ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ഗോൾഡ് ലോൺസ് അവൈലബിൾ ഫോർ യുവർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓൾസോ. അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, അങ്ങനെ പ്രോബ്ലംസ് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇറ്റ് ഡസൻ മാറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. 40-ാമത്തെ വയസ്സിലാണെങ്കിലും കല്യാണം കഴിക്കുന്നത്, 40 വയസ്സ് വരെ നമ്മൾ ഇതാക്കുക. എനിക്ക് തോന്നുന്നു പിന്നെ പുതിയ കാലത്ത് പ്രത്യേകിച്ച് ജെൻസിനോട് നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ എന്തില്ല, റെലവൻസ് ഇല്ല എന്ന് തോന്നുന്നു. ബട്ട് എനിവേ, നമ്മൾ പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് കല്യാണത്തിനാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും മനസ്സുകൊണ്ടൊക്കെ. പിന്നെ ഒറ്റ കാര്യം, ജസ്റ്റ് നമ്മളെ ആങ്കർ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, ഇതിൽ പറയാനുള്ളത്, സ്റ്റുഡൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം, സക്കർബർഗ് ഡ്രോപ്പ് ഔട്ടാണ്, മറ്റേ കുറേ ആളുകൾ ഡ്രോപ്പ് ഔട്ടായ ആളുകളുടെ പേര് മുഴുവൻ ബിൽഗേറ്റ്സ് ഡ്രോപ്പ് ഔട്ടാണെന്നൊക്കെ നമ്മളോട് പറയും. ഇവരൊക്കെ സ്റ്റാൻഫോർഡിലും ഹാർവാർഡിലൊക്കെ പോയിട്ട് ഡ്രോപ്പ് ഔട്ടായ ആൾക്കാരാണ്. അവിടെ കയറണമെങ്കിൽ ഒരു മിനിമം ബുദ്ധി വേണം. അതായത് അവരെ താങ്ങാനുള്ള കപ്പാസിറ്റി സ്റ്റാൻഫോർഡിനൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ദാക്ഷായണി അമ്മ മെമ്മോറിയൽ കോളേജിൽ ഒരു BA ഇംഗ്ലീഷും BCom എടുത്ത് വർക്കൗട്ടെ കേസുമായിട്ട് ഇറങ്ങിയിട്ട് ഐ ആം എ കോളേജ് ഡ്രോപ്പ് ഔട്ട്, സോ ഐ വിൽ ബിൽഡ് ആൻ എംപയർ ഉണ്ടാക്കില്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ബട്ട് എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, യുവർ ക്വാളിഫിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, യുവർ സ്കിൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ ബിസിനസ് ഒക്കെ ചെയ്തോളൂ, നിങ്ങൾ 12-ാമത്തെ വയസ്സിലോ 18-ാമത്തെ വയസ്സിലോ ഒക്കെ ചെയ്തോ, ബട്ട് ആ സൈഡിൽ നിങ്ങളുടെ ബേസ് എന്ത് ചെയ്തോളണം, റെഡി ആക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ പറ്റണം. അങ്ങനെ റെഡി ആണെന്നുണ്ടെങ്കിൽ ലീഗലി പ്രായമാകുന്ന സമയത്ത് കല്യാണം കഴിക്കുന്നതിലും എന്തില്ല, പ്രശ്നമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹലോ സാർ, എൻ്റെ പേര് അബ്ബാസ് സുലൈമാൻ. നല്ല ജോലിയുള്ള ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അത് വിട്ട് ഇപ്പോൾ കുട്ടികളെ ഹാപ്പിനെസ് അല്ലെങ്കിൽ മനുഷ്യന്മാർ ഹാപ്പിനെസ് കണ്ടെത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റാർട്ടപ്പ് എപ്പോഴാണ് സ്കെയിൽ ചെയ്യേണ്ടത്? അംജദ് സാറോടാണുള്ളത് ഡൗട്ട്. ഐ മീൻ സ്പെസിഫിക് ടൈം ഉണ്ടോ? എല്ലാം എങ്ങനെ അത് മനസ്സിലാവലെന്ന്, എപ്പോഴാണ് നമ്മൾ സ്കെയിലപ്പ് ചെയ്യേണ്ടത്? ഇതെനിക്ക് തോന്നുന്നു ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 സ്റ്റേജുകളുണ്ട് ആക്ച്വലി. ആ 3 സ്റ്റേജുകൾ കഴിഞ്ഞ് നമ്മളിപ്പം ഭൂരിഭാഗം ആളുകളെയും ഇവിടെ എടുത്തു കഴിഞ്ഞാൽ
എല്ലാവരും നമ്മൾ പറയും ഫസ്റ്റത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു സർവൈവൽ സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഒരു ഓപ്പറേഷൻ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് കുഴപ്പമില്ല, ബിസിനസ്സിൽ എന്തുണ്ട്, ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾക്കൊരു സ്റ്റേബിൾ ഇൻകം വരുന്നുണ്ട്, റവന്യൂ ജനറേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ യു മസ്റ്റ് സ്റ്റാർട്ട് തിങ്കിങ് സ്കെയിലിംഗ്. അതായത് സർവൈവൽ സ്റ്റേജ് കഴിഞ്ഞ് ഒരു 1 ഇയറിലൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ്റെ മുകളിലേക്ക് പോയി, യെസ് വി ആർ മേക്കിംഗ് ഇറ്റ്, ലാഭത്തിലേക്ക് നിങ്ങൾ ബ്രേക്ക് ഈവൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ യു ഹാവ് ടു തിങ്ക് അബൌട്ട് സ്കെയിലിംഗ്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. ഈ ഒരു സമയത്ത് സമയം അനുവദിക്കാത്തത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഐ തിങ്ക് വി ക്യാൻ ഡിസ്കസ്. താങ്ക് യു. എങ്ങനെ എൻ്റെ അതിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കാനുള്ള ഒരു ഡൈവേഴ്സ് ടോപ്പിക്കിലൂടെയൊക്കെയാണ് നമ്മുടെ സ്പീക്കേഴ്സ് കടന്നു പോയത്. ആൻഡ് ദാറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സെഷൻ. സോ ഐ വുഡ് ലവ് ടു വെൽക്കം ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് which is mandatory from our side for spending your time here with all the delegates, all the participants of Scale Up Conclave. So now it's my honor to welcome the next person to give a small token of love to the people here. So let me welcome Mr. Mustafa Khoury, Edroots International founder and CEO, to the stage, please. നല്ലൊരു കൈയടി കൊടുക്കാട്ടോ. ഈ ഒരു എൻറ്റയർ പാനലിനെ ഒരു സ്പെഷ്യൽ കൈയടി കൊടുക്കാം. I heard so many claps in between the session. To start with, we have Mr. Mohammed Shafiq P, CEO of FinScript Business Consultants Private Limited, on the stage receiving this token of love from Mr. Mustafa Khoury. Moving on, we have Mr. Razak Abiur, founder of D Bright Study MBBS and Broad Consultancy. So ladies and gentlemen, next we have on stage Mr. Dr. Amjad Wafa, CEO of Caleb Life School. On stage, we have the humble presence of Mr. Dhyan Chand, Head of Learning and Development, Edroots International. The last speaker of this panel discussion of this set is none other than Mr. Rafiq Parakil, founder and CEO of Trojan Media Private Limited. നല്ലൊരു കയ്യടി കൊടുക്കാട്ടോ. പാനൽ ഡിസ്കഷൻ്റെ ത്രൂ ഔട്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല കയ്യടികളും ഒരുപാട് നല്ല സംശയങ്ങളും കേട്ടിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ഈ ഒരു ഡിസ്കഷന് ശേഷവും ഇവിടെ എല്ലാ സ്പീക്കേഴ്സും നമ്മുടെ കൂടെ തന്നെയുണ്ട്. സോ ഫോർ ഓൾ യുവർ ഡൗട്ട്സ് യു ക്യാൻ ജസ്റ്റ് ടോക്ക് ടു ദം ഇൻ പേഴ്സൺ. That is truly an amazing panel.